സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോൾ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. നിയമപരമായി വെർച്വൽ അറസ്റ്റ് രാജ്യത്ത് ഒരിടത്തുമില്ലെന്നാണ് പോലീസ് നിലപാട്. കോട്ടയം ജില്ലയിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് തുടർച്ചയായതിനു പിന്നാലെയാണ് പോലീസിന്റെ വിശദീകരണം. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ വീട്ടമ്മ, വൈക്കം സ്വദേശിയായ വയോധികൻ, ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഇവരെല്ലാമാണ് സമീപനാളുകളിൽ കോട്ടയം ജില്ലയിൽ വെർച്വൽ അറസ്റ്റിലൂടെ തട്ടിപ്പിനിരയായത്. CBIയുടെ പേരിൽ വീട്ടമ്മയുടെ 1.86 കോടി രൂപയാണ് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി സലീഷ് കുമാർ തട്ടിയെടുത്തത്. വെർച്വൽ അറസ്റ്റിലൂടെ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറുടെ 5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഈ നീക്കം പൊളിച്ചു. വെർച്വൽ അറസ്റ്റ് രാജ്യത്തൊരിടത്തുമില്ലെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഒരു കാരണവശാലും വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യത്തില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോടതിയോ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ ആരെയും വെർച്വൽ അറസ്റ്റിൽ വെക്കുന്നില്ല. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ വീഴരുത്. അതുപോലെ നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും ട്രാൻസാക്ഷൻസ് ചെയ്യരുത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരം ട്രാൻസാക്ഷൻസ് നടത്തുക. അതുപോലെ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ, അതുപോലെയുള്ള ലിങ്കുകൾ, വ്യാജ ലിങ്കുകൾ, ഇതിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്. കോട്ടയം ജില്ലയിൽ ഒരു വർഷത്തിനിടയിൽ നടന്ന സൈബർ തട്ടിപ്പുകളുടെ എണ്ണം 1000 കടന്നു. ഇതിൽ 1 കോടിയിലധികം നഷ്ടമായ 100 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 55 പേർ ഇതുവരെ അറസ്റ്റിലായി. 30 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി. വിവിധ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.